Hi, Namaste, welcome back to my channel Vincheda. കണ്ടിന്യൂവേഷൻ മാർക്കിൽ സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം. പിന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്നലത്തെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ബൈ ട്രേഡ് പോയത്. അപ്പോൾ സെയിം മാർക്കറ്റ് ഇന്നും ബൈ ട്രേഡാണ് കയറിയത്. അപ്പോൾ സോഫ്റ്റ് കറക്റ്റ് ബ്രേക്ക് ഔട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുൾ ബാക്ക് എവിടെ നിന്ന് പോകുന്നു, റിവേഴ്സിൽ എവിടെ നിന്ന് പോകുന്നു, എവിടെ നിന്ന് നമുക്കൊരു കണ്ടിന്യൂവേഷൻ മാർക്കിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് പിടിക്കാം എന്നുള്ളത് അപ്പോൾ സോഫ്റ്റ് കറക്റ്റായിട്ട് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്രൂഡ് ഓയിലും നോക്കി കഴിഞ്ഞാലും കഴിഞ്ഞ ദിവസം കണ്ടിന്യൂവേഷൻ ആണ്. അതേപോലെ തന്നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കയറി. അപ്പോൾ എഗെയിൻ ബൈ കയറുമോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റ് നമ്മുടെ സോഫ്റ്റിൽ നോക്കി നമ്മുടെ ബ്രേക്ക് ഔട്ട് കണ്ടുപിടിച്ച് നമുക്ക് ട്രേഡ് എടുക്കാം. ഇപ്പോൾ ഒരു ഫേക്ക് റിവേഴ്സിലൊക്കെ നമുക്ക് ഒരുപാട് ഒഴിവാക്കാനായിട്ട് ഈ സ്ട്രാറ്റജി കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഈവൻ ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് മനസ്സിലാവും. സൈഡ് വേസ് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലോസ് ഒരു പരിധിവരെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ വഴി ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ് എഗെയിൻ കയറുന്നു എന്നുള്ള കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ എക്സാമ്പിൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി ഉണ്ട്, അതേപോലെ ഫോറക്സ് ഗോൾഡ് ഉണ്ട്. ഇപ്പോൾ സിഗ്നൽസ് ഇന്നിപ്പോൾ കൺഫർമേഷൻ, അതായത് ഇന്നലെ പോയ ഗോൾഡിൻ്റെ ഫോറക്സിൻ്റെ ബ്രേക്ക് ഔട്ടിൽ മാർക്കറ്റ് തിരിഞ്ഞിറങ്ങി അവിടെ നിന്നൊരു പുൾ ബാക്ക് വന്നു. പക്ഷെ അത് ഇതുവരെ മാർക്കറ്റ് താട്ടിറങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതുവരെ മാർക്കറ്റ് സൈഡ് വേസ് ആണ്. പ്രോപ്പറായിട്ട് സൈഡ് വേസ് ആണ് കറക്റ്റ് ഇൻഡിഫിക്കേഷൻ. അവിടെ നിന്നൊരു ഫേക്ക് റിവേഴ്സിലൊക്കെ നമുക്ക് ഒഴിവാക്കി ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അഥവാ ചെറിയ പോയിന്റിൽ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ടൈം ഫ്രെയിം വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് അവിടെ ഒരു എൻട്രി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ സ്കാൽപ്പിംഗിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഫ്രെയിം മാറ്റി വെച്ചാൽ മതി, പോർഷനിലേക്ക് ചെയ്യാം. അതേപോലെ നമുക്ക് ഇൻഡാണ്. അങ്ങനെ എല്ലാ സ്ട്രാറ്റജീസും നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ക്രൂഡ് ഓയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ ലൈവ് റേറ്റ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതിൽ ഇന്നലത്തെ ബൈസിക്കിൾ നമുക്ക് തന്നെയാണ് നമുക്ക് കണ്ടിന്യൂവേഷൻ പോയത്. ഇന്നലെ ബൈസിക്കിൾ തന്നിരിക്കുന്നത് 8 മണിക്കാണ്. 8:44 എൻട്രി ഉണ്ടായിരുന്നു, ടാർഗറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കൺഫർമേഷൻ ഇന്നലെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ചു ഒന്ന് ഇറങ്ങാൻ നോക്കിയിട്ടാണ് തിരിച്ചു കയറിയിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം അതേ മാർക്കറ്റ് നമുക്ക് ഗ്യാപ്പിൽ ഓപ്പണായി കയറിയപ്പോൾ തിരിച്ച് റെസിസ്റ്റ് ചെയ്ത ലെവലിൽ ബ്രേക്ക് ചെയ്ത പോർഷൻ ഇരുന്നാണ്. അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറിയിട്ടുണ്ട്. അവിടുന്ന് ട്രെൻഡ് ലൈൻ തിരിഞ്ഞിറങ്ങാൻ ശ്രമിച്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കയറുമായിരുന്നു. അത് ആ ട്രെൻഡ് ലൈൻ്റെ കളർ ചേഞ്ച് ആവുന്നത് മാർക്കറ്റിൻ്റെ പുൾ ബാക്കാണ്. അവിടുന്ന് തിരിച്ച് പിന്നെ എഗെയിൻ റിട്രേസ് ചെയ്ത് കയറുമ്പോൾ നമുക്ക് അവിടുന്ന് ബ്രേക്ക് തരും. അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ഇതാണ് റെസിസ്റ്റൻസ്. കട്ട് ചെയ്ത് കയറുമ്പോൾ അവിടുന്ന് എഗെയിൻ ബൈ ഉണ്ട്. അപ്പോൾ ഒരു സിഗ്നൽസ് തന്ന കൺഫർമേഷൻ ചെക്ക് ചെയ്തിട്ട് മാത്രം. ഇപ്പോൾ ഒരു പുതിയ സിഗ്നൽ തരുവാണെങ്കിൽ ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസ് ആൻഡ് ബൈ സോണും നോക്കിയിട്ട് എടുത്താൽ മതി. അത് കണ്ടിന്യൂവേഷൻ പോകുന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസം സെല്ല് അല്ല ബൈ തന്നെ കണ്ടിന്യൂ ആയി പോവുകയാണെങ്കിൽ നമുക്ക് ട്രെൻഡ് ലൈൻ നോക്കാം. ട്രെൻഡ് ലൈൻ തിരിഞ്ഞ് എത്രത്തോളം മാർക്കറ്റ് ഇറങ്ങുന്നു, എവിടുന്ന് നമുക്ക് സപ്പോർട്ട് അല്ല റെസിസ്റ്റൻസ് എടുത്ത് കയറുന്നു, ആ പോർഷൻ പിടിച്ചിട്ട് നെക്സ്റ്റ് ബ്രേക്ക് വരെ നമുക്ക് ആക്ച്വലി തിരിഞ്ഞിറങ്ങുന്നവരെ അവിടെ വരെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോർഷൻ ഇപ്പോഴാണ് ഒരു ബാക്ക് അടിക്കാൻ നോക്കുന്നത്. പക്ഷേ ഇതുവരെ നമുക്കത് പോർഷൻ ഹോൾഡിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോർഷൻ എടുത്തത് 6,928 നമ്മൾ പോർഷൻ എടുത്തത്. മാർക്കറ്റ് കയറിയത് നമുക്ക് 86 വരെ കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് തിരിച്ചിറങ്ങി ഇപ്പം 67. അപ്പോൾ ഇപ്പം എക്സിറ്റ് ചെയ്താലും നമുക്ക് പ്രോഫിറ്റാണ്. ഓക്കെ, അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിക്കും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ബൈ കണ്ടിന്യൂവേഷൻ ഇപ്പോൾ ക്ലോസിങ്ങിൽ വന്ന് പോയിട്ട് മാർക്കറ്റ് ഒന്ന് കയറാൻ ശ്രമിച്ചു. തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി എഗെയിൻ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ട്രെൻഡ് ലൈൻ തിരിച്ചിറങ്ങി പിന്നെ എഗെയിൻ ബ്രേക്ക് ചെയ്ത പോർഷൻ നമുക്ക് നോക്കാം 52,326. അവിടെ നിന്ന് കയറി നല്ല ഹൈക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് നല്ലൊരു 200-300 പോയിന്റ്സോ അതിൻ്റെ മേലിൽ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. മിനിമം നമുക്കത് പിടിക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ട്രേഡ് എടുത്തില്ലെങ്കിൽ രണ്ടാമത് പിന്നെയും തിരിച്ച് കയറാൻ നോക്കി. പിന്നെ ലാസ്റ്റ് ക്ലോസിംഗ് ലെവലിൽ നമുക്ക് മാർക്കറ്റ് സെല്ല് തന്നിട്ടുണ്ട്. 2:39 സെല്ല് എൻട്രി ടാർഗറ്റ്. 2 ടാർഗറ്റ് അടിച്ച് 2 ടാർഗറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ പോർഷനൊക്കെ നമുക്ക് എൻട്രി ചെയ്യാൻ ആഗ്രഹം, ചെറിയ പോർഷനിൽ നമുക്ക് ട്രേഡ് എടുക്കാനാകും. നമുക്ക് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി 1 മിനിറ്റ് നമുക്ക് ട്രേഡ് എടുക്കാം. 1 മിനിറ്റിൽ പെട്ടെന്ന് സിഗ്നൽസ് മോർണിംഗിൽ രാവിലത്തെ ബ്രേക്ക് ഔട്ടിലും ക്ലോസിംഗ് ലെവലിൽ ബ്രേക്ക് ഔട്ടിലും നമുക്ക് സുഖമായിട്ട് എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യാൻ 1 മിനിറ്റ് സാധിക്കും. ഒരുപാട് സിഗ്നൽസ് വരും, എല്ലാ സിഗ്നലും കൺഫേം ആകത്തില്ല, സിഗ്നൽ റിവേഴ്സും പോകും. പക്ഷേ സപ്പോർട്ട് എടുത്തതിന് ശേഷം കൺഫർമേഷൻ വന്ന് ഫസ്റ്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഫേക്ക് റിവേഴ്സൽ ഒരുപാട് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ലൈവിൽ ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാം. ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൾ ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് ചെയ്ത് നിങ്ങൾ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം. അതേപോലെ ഫോറക്സ് സ്ട്രാറ്റജി നമ്മുടെ സോഫ്റ്റ്വെയർ വർക്കൗട്ടാണ്. ഇതിൽ 15 മിനിറ്റിലും ഇപ്പോൾ ഇന്ന് സെല്ല് തന്നിട്ടുണ്ട്. പക്ഷേ 30 സെല്ല് കൺഫേം ആയിട്ടില്ല. 15 മിനിറ്റിൽ ചെറിയ ട്രേഡ് എടുത്ത് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നൊരു സപ്പോർട്ട് എഗെയിൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 24080 നമ്മൾ ബ്രേക്ക് ചെയ്ത് ആട്ടിറങ്ങി നമുക്ക് 400 വരെ പോയി തിരിച്ച് ബാക്ക് അടിച്ച് പിന്നെ അഗെയിൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ എൻട്രി എടുക്കാത്തവർക്ക് നെക്സ്റ്റ് ട്രെൻഡ് ലൈൻ തിരിച്ചിറങ്ങി ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ റേറ്റിൽ എൻട്രി എടുക്കാം. ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാൻ. അപ്പം ടൈം വേസ്റ്റ് ചെയ്യാതെ കോൺടാക്ട് ചെയ്യും.